തൃശൂരിലെ മുരളീധരന്റെ വമ്പൻ പരാജയത്തിൽ കൂട്ടയടിയും കൂട്ടരാജിയും. മുരളീധരന്റെ പരാജയത്തെ ആർക്കും ഏൽക്കാനും വയ്യ, ഏൽക്കാതിരിക്കാനും വയ്യ എന്ന സ്ഥിതിയാണ്. ഒന്നും മിണ്ടാതെ മുരളീധരനും. ഇതിപ്പോൾ ആകെ നാണക്കേടായ അവസ്ഥയാണ് തൃശൂർ DCCയിൽ നടക്കുന്നത്. നേതൃത്വം ഇടപെട്ടിട്ടും നിയന്ത്രിക്കാനാകാത്ത തൃശൂർ DCCയിലെ കൂട്ടത്തല്ല് വലിയ വിവാദമാകുന്നു. ദേശീയ നേതൃത്വത്തിന്റെ നിർദ്ദേശമനുസരിച്ച് DCC പ്രസിഡന്റ് ജോസ് വള്ളൂരും UDF ചെയർമാൻ MP വിൻസെന്റും രാജിവെച്ചു. കെ മുരളീധരന്റെ തോൽവിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് രാജിവെക്കുന്നുവെന്നാണ് ജോസ് വള്ളൂർ അറിയിച്ചത്. ജോസ് വള്ളൂരിന്റെ രാജിയിൽ പ്രതിഷേധിച്ച് ഒരു വിഭാഗം പ്രവർത്തകർ രംഗത്തെത്തിയതോടെയാണ് ഓഫീസിൽ വീണ്ടും കൂട്ടത്തല്ലുണ്ടായത്. പ്രവർത്തകർ ചേരിതിരിഞ്ഞ് ഉന്തും തള്ളുമായി. ജോസ് വള്ളൂരിനെ പിന്തുണയ്ക്കുന്ന വിഭാഗവും മറുവിഭാഗവും തമ്മിലാണ് തർക്കമുണ്ടായത്. സംഘർഷാവസ്ഥ കണക്കിലെടുത്ത് സ്ഥലത്ത് പോലീസ് നിലയുറപ്പിച്ചു. രാവിലെ ജോസ് വള്ളൂർ രാജി സമർപ്പിക്കുമെന്ന വാർത്തകൾ ഉണ്ടായിരുന്നു. തുടർന്ന് വള്ളൂരിനെ അനുകൂലിക്കുന്നവരും എതിർക്കുന്നവരും രാവിലെ മുതൽ തന്നെ ഓഫീസിലെത്തി. ജോസ് വള്ളൂർ എത്തിയപ്പോൾ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് പ്രവർത്തകർ സ്വീകരിച്ചത്. ഇതിനിടെയാണ് മറുപക്ഷവുമായി ഉന്തും തള്ളുമുണ്ടായി സംഘർഷമായത്. രൂക്ഷമായ സംഘർഷം ഉണ്ടായിരുന്നില്ലെങ്കിലും വലിയ രീതിയിൽ പ്രവർത്തകർ ഇപ്പോഴും ഓഫീസിൽ തടിച്ചുകൂടി നിൽക്കുന്നതിനാൽ ഇനിയും സംഘർഷമുണ്ടാകാൻ സാധ്യതയുണ്ട്. തൃശൂരിൽ കെ മുരളീധരന്റെ ദയനീയ തോൽവിക്ക് പിന്നാലെയാണ് തമ്മിലടി ആരംഭിച്ചത്. കൂട്ടത്തല്ല് കോൺഗ്രസ് നേതൃത്വത്തിനും നിയന്ത്രിക്കാനായില്ല. വെള്ളിയാഴ്ച DCC ഓഫീസിൽ നടന്ന കൂട്ടത്തല്ലിൽ ഇരുവിഭാഗത്തിന്റെയും പരാതിയിൽ തൃശൂർ ഈസ്റ്റ് പോലീസ് കേസെടുത്തിട്ടുണ്ട്. സംഘട്ടനത്തിൽ പരിക്കേറ്റ DCC ജനറൽ സെക്രട്ടറി സജീവൻ കുരിയച്ചിറയുടെ പരാതിയിൽ പ്രസിഡന്റ് ജോസ് വള്ളൂരിനും അനുയായികളായ 20 പേർക്കുമെതിരെ കേസെടുത്തു. മുരളീധരന്റെ ദയനീയ തോൽവിക്ക് പിന്നാലെ കോൺഗ്രസിലെ തമ്മിലടി താഴെ തട്ടിലേക്കും നീണ്ടു. പാവറട്ടിയിൽ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ആന്റോ ലിജോക്കെതിരെ ഒരു വിഭാഗം പ്രവർത്തകർ സമാന്തര യോഗം ചേർന്നു. മണ്ഡലം വൈസ് പ്രസിഡന്റ് KC അബ്ദുള്ളയുടെ നേതൃത്വത്തിലായിരുന്നു യോഗം. ആന്റോ ലിജോയെ ഭാരവാഹി സ്ഥാനത്തു നിന്ന് മാറ്റണമെന്ന് ഒരു വിഭാഗം തിരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ തന്നെ ആവശ്യപ്പെട്ടിരുന്നു. താൽക്കാലിക പരിഹാരമെന്ന നിലയിൽ പഞ്ചായത്ത് തല തിരഞ്ഞെടുപ്പ് സമിതിയുടെ ചെയർമാൻ സ്ഥാനം ആന്റോയ്ക്ക് നൽകാതെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവിന് നൽകി. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ മണ്ഡലം പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ആന്റോയെ മാറ്റാമെന്ന് DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ ഉറപ്പു നൽകിയിരുന്നു. എന്നാൽ അടുത്ത അനുയായിയായ ആന്റോയെ സംരക്ഷിക്കുന്ന നിലപാടാണ് തിരഞ്ഞെടുപ്പിന് ശേഷം വള്ളൂർ സ്വീകരിച്ചത്. തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഭാരവാഹി സ്ഥാനത്തു നിന്ന് മാറ്റിയതിനാൽ ആന്റോ പ്രചാരണ രംഗത്ത് സജീവമായിരുന്നില്ലെന്ന് പരാതിയുണ്ട്. കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രമായ പാവറട്ടിയിൽ ഇക്കുറി വോട്ട് ചോർച്ചയും ഉണ്ടായി. വരാനിരിക്കുന്ന പാവറട്ടി സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിൽ വിമത പാനൽ വെച്ച് മത്സരിക്കാനാണ് സമാന്തര ഗ്രൂപ്പിന്റെ തീരുമാനം. കോൺഗ്രസിന്റെ സിറ്റിംഗ് വാർഡിൽ നടക്കാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പിലും സമാന നീക്കമുണ്ടാകുന്നു. അത്തരത്തിൽ വലിയ രീതിയിലുള്ള അടിയും രാജിവെക്കലുമാണ് കോൺഗ്രസിൽ ഉണ്ടാകുന്നത്. കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.